ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ SLCയിലെ ഫസ്റ്റ് ടേമിന് സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ ആണ് ഇനി നമ്മുടെ മുമ്പിൽ വരുന്നത്. സോ അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന സമയമായിരിക്കും. മക്കളെ, പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ അറിയേണ്ടടാ. ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇതെല്ലാം നമ്മൾ അറിയണം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഹിസ്റ്ററിയിൽ 40 മാർക്കും ജിയോഗ്രഫിയിൽ 40 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് മക്കളെ, നിങ്ങൾക്ക് 40 മാർക്കിന്റെയും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും ഉണ്ടായിരിക്കുക. 9ാം ക്ലാസ്സിൽ നിങ്ങളെല്ലാം എഴുതിയ ആളുകളാണ്, അതുകൊണ്ട് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ ഓരോന്നിനും ഇപ്പൊ നമുക്കറിയാം, ഹിസ്റ്ററിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിനേഷനിൽ 1ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 2ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 3ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 4ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ഈ 4 ചാപ്റ്റേഴ്സ് ഹിസ്റ്ററി വരുന്നുണ്ട്. അതേസമയം ജിയോഗ്രഫിയിലാണെങ്കിലോ 1ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 2ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 3ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് പഠിക്കാനുള്ള എത്ര ചാപ്റ്ററാ? 7 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 7 ചാപ്റ്റേഴ്സിന് ഏത് ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരിക? ഇതുവരെ വന്നത് വെച്ചിട്ട് 2023 കഴിഞ്ഞ വർഷത്തേക്ക് നമുക്ക് എടുത്തു നോക്കാം. കഴിഞ്ഞ വർഷത്തേക്ക്, അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തേക്ക് റഫർ ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ ഇങ്ങനെയാ വരാം. നമ്മുടെ ഹിസ്റ്ററിയുടെ കാര്യത്തിലാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് 12 മാർക്ക് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 12 മാർക്ക് മുതലാണ് 12 മാർക്ക് മിനിമം ക്വസ്റ്റ്യൻ ചെയ്യാം നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. SA ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന ചാപ്റ്റർ ആണ്. അവിടുന്ന് SA എന്തായാലും ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. 2ാമത്തെ ചാപ്റ്ററിലെ വേൾഡ് ഇൻ 20th സെഞ്ചുറി, ലോകം 20ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അവിടെയും 12 മാർക്ക്. ഈ 2 ചാപ്റ്ററുകളിൽ നിന്നായിട്ടായിരിക്കും SA ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഈ 2 ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് SA ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററത്തെ SA എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററത്തെ SA എഴുതാം. അതാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഇവിടെ നിന്ന് നമുക്ക് ഉണ്ടായിരിക്കും ആക്ച്വലി 4 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയതായിട്ടുള്ള ചാപ്റ്റർ. എന്നാൽ കഴിഞ്ഞ വർഷം നമ്മുടെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, നമ്മുടെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 6 മാർക്കിന്റെ ചോദ്യമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം അതിലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. കാരണം എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യവും എക്സാമിനേഷൻ വരുന്ന സമയമില്ല. ഈ പ്രാവശ്യം നമ്മുടെ എക്സാമിനേഷനിൽ സെപ്റ്റംബർ മാസത്തിലേക്ക്, എന്ന് വെച്ചാൽ ഓഗസ്റ്റിൽ സാധാരണ നടക്കുന്ന എക്സാമിനേഷൻ സെപ്റ്റംബറിലേക്ക് മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിന്റെ കുറച്ചും കൂടെ അധികം ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഈ ഒരു വെയിറ്റേജിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഹിസ്റ്ററി പഠിക്കേണ്ടത്. അപ്പൊ ജിയോഗ്രഫിയുടെ കാര്യമോ? ജിയോഗ്രഫിയുടെ കാര്യം ഇവിടെയാണ്. ജിയോഗ്രഫിയുടെ കാര്യം 3 ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു. അതിൽ സീസൺ ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയവും എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് 12 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ചാപ്റ്ററാണ്, ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതേസമയം ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് ഇൻ നമ്മുടെ കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്റർ, ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് ഇൻ, കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ. ഈ ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് അവിടെ ക്വസ്റ്റ്യൻ വരിക, 14 മാർക്കിന്. ഇവിടെയും ഏറ്റവും കൂടുതലായിട്ട് SA ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് ഇവിടെ തന്നെയാണ്. SA ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഇവിടുന്ന് പ്ലാനറ്ററി ഇവന്റ്സിന്റെ വാക്കായിരിക്കും നിങ്ങൾക്ക് ഉറപ്പിച്ചോളൂ എക്സാം ആയിട്ട് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്. സോ അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിന് ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ്, അവിടെ നിന്നും 12 മാർക്ക്. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾക്ക് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 മാർക്കിന്റെ ചോദ്യമല്ല ഉണ്ടായിരിക്കുക. അത് എത്ര മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കുക അറിയോ മക്കളെ? 100 മുതൽ 105 വരെയുള്ള മാർക്കുകൾക്കുള്ളിൽ ഏകദേശം ഒരു 103 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. കാരണം ഓപ്ഷണൽ ക്വസ്റ്റ്യനുകൾ ഉണ്ട്. ഇപ്പൊ SA ആണെന്നുണ്ടെങ്കിൽ 4 SAകൾ തന്നിട്ട് അതിൽ നിങ്ങൾ 2 എഴുതിയാൽ മതി. അതുപോലെ തന്നെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഓപ്ഷനുകൾ ഉണ്ട്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ ഓപ്ഷൻസ് ഉണ്ട്, 2 മാർക്കിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ 103 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ തന്നിട്ട് നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. 103 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടണം? 72 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടിയാൽ A+ ആണ് മക്കളെ. സോ ഇതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ക്വസ്റ്റ്യനുകളല്ല നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യം ഓരോ ക്വസ്റ്റ്യനുകളുടെയും ഉത്തരങ്ങൾ എങ്ങനെ എഴുതണം എന്നല്ല. കാരണം ക്വസ്റ്റ്യനുകൾ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്, ഒരുപാട് ക്വസ്റ്റ്യനുകൾ അവൈലബിൾ ആണ്. ഈ ഉത്തരങ്ങൾ എങ്ങനെ പ്രിസൈസ് ചെയ്തിട്ട് എഴുതണം, എങ്ങനെ പെർഫെക്റ്റ് ആക്ടിവിറ്റി എഴുതണം, എങ്ങനെ അതിൽ ഓരോ ക്വസ്റ്റ്യനുകൾ, ഇപ്പൊ 3 മാർക്കിന് ചോദ്യം വന്നാൽ അതിൽ ഏതൊക്കെയാ പോയിന്റുകൾ എഴുതേണ്ടത്, 4 മാർക്കിന് ചോദ്യം അതിൽ ഏതൊക്കെയാ പോയിന്റുകൾ എഴുതേണ്ടത്, 6 മാർക്കിന് SA ആയിട്ട് വരെ അതിൽ ഏതൊക്കെയാ പോയിന്റുകൾ എഴുതേണ്ടത്, ഇതൊക്കെ അറിയേണ്ടത് നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് മറ്റെങ്ങും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈവുകൾ വരുന്നുണ്ട്, നമ്മുടെ മാരത്തോൺ ലൈവുകൾ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ 100% ഷുവർ ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. അതിന്റെ ലൈവുകൾ ആരും തന്നെ മിസ്സാക്കരുത്. അവിടെ നമ്മൾ സംസാരിക്കുന്നതാണ്, അവിടെ നമ്മൾ പറയുന്നതാണ് ഓരോ ക്വസ്റ്റ്യനുകളും എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണമെന്നുള്ളത്. സോ മക്കളെ, ലൈവിൽ അടിപൊളിയായിട്ട് നമുക്ക് അവിടെ കാണാടാ.